നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഒരു സാധാരണ ഹോട്ടലിൽ ക്ലീനിംഗ് തൊഴിലാളിയായി എത്തിയ മുഹമ്മദ് ഇക്ബാൽ അതിമനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഹോട്ടൽ തൊഴിലാളി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഒരു തെറ്റല്ല. എന്നാൽ കേരളത്തിൽ വർഗീയ കലാപങ്ങൾക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനായി ബംഗ്ലാദേശിൽ നിന്നും വിദഗ്ധമായി നമ്മുടെ നാട്ടിലെത്തി ഹോട്ടൽ ജോലിക്കാരനായി കയറിപ്പറ്റിയ ഒരു തീവ്രവാദിയാണ് മുഹമ്മദ് ഇക്ബാൽ. തിരുവനന്തപുരം മണക്കാട് UAE കോൺസുലേറ്റിന്റെ അരികിലായുള്ള അൽ ഹസൻ എന്ന ഹോട്ടലിലെ ജീവനക്കാരനാണ് പോലീസ് പിടിയിലായ മുഹമ്മദ് ഇക്ബാൽ. ഇയാൾ താമസിക്കുന്ന പടന്നയിലെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്ത ഭീകര സ്വഭാവമുള്ള ലഘുലേഖകളാണ് കേസിന് വഴിത്തിരിവായത്. ഇയാളുടെ ബംഗാൾ വിലാസത്തിലുള്ള തിരിച്ചറിയൽ കാർഡ് വ്യാജമാണ്. മുഹമ്മദ് അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിൽ എത്തി ഭീകരരുടെ തീവ്രവാദികളുടെ ഏറ്റവും വലിയ സുരക്ഷിത ഒളിത്താവളമായ കേരളത്തിൽ ഒരു സാധാരണ ഹോട്ടൽ ജീവനക്കാരനായി കയറിക്കൂടുകയായിരുന്നു. മതസൗഹാർദ്ദത്തിൻ്റെ ദേശത്തിൽ വർഗീയ ലഹളയ്ക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കി വരുമ്പോഴാണ് ഇയാളെ കേരള പോലീസ് പിടികൂടി NIA സംഘത്തിന് കൈമാറിയത്. എന്നാൽ ഏറ്റവും ശാസ്ത്രീയമായി ചോദ്യം ചെയ്യുന്ന NIA സംഘത്തെ പോലും കുഴപ്പിക്കുന്ന തരത്തിൽ കൃത്യമായ ഭീകര പ്രവർത്തന പരിശീലനം ലഭിച്ചതുപോലെ വ്യത്യസ്തമായ മൊഴികളാണ് അന്വേഷണ സംഘത്തിന് മുഹമ്മദ് ഇക്ബാൽ നൽകുന്നത്. വർഗീയ കലാപം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി തലസ്ഥാനത്ത് മണക്കാട് പ്രദേശങ്ങളിൽ പാലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ പതിച്ചത് ഇയാളും സംഘവുമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ താൻ ഒറ്റയ്ക്കാണ് പോസ്റ്ററുകൾ ഒട്ടിച്ചത് എന്ന് മുഹമ്മദിന്റെ വെളിപ്പെടുത്തൽ അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടില്ല. കേരളത്തിൽ വർഗീയ ഭീകര പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വലിയ ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് പോലീസ് നിഗമനം. ഇയാൾ താമസിച്ചിരുന്ന വാടക വീടിന്റെ ഉടമ കല്ലാട്ടുമുക്ക് സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴേക്കും അയാൾ മുങ്ങിക്കളഞ്ഞു. ഭീകരവാദത്തിന്, തീവ്രവാദത്തിന് കേരളത്തിൽ നിന്നും ഇത്തരം സംഘങ്ങൾക്ക് വലിയ പിന്തുണയും സഹായങ്ങളും ലഭിക്കുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. ഇയാൾ ജോലി ചെയ്തിരുന്ന ഹോട്ടൽ ഉടമയെയും അവിടെയുള്ള മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഇത്തരം വർഗീയ കലാപങ്ങൾക്കും ഭീകര പ്രവർത്തനങ്ങൾക്കും ഏറ്റവും പറ്റിയ ഇടം കേരളമാണെന്ന് ഈ ഭീകര പ്രവർത്തകർ മനസ്സിലാക്കിയിട്ട് കാലം ഏറെയായി. യാതൊരു രേഖകളും കയ്യിലില്ലാതെയും വ്യാജരേഖകൾ കൈവശം വെച്ചും നമ്മുടെ നാട്ടിൽ വിവിധയിടങ്ങളിൽ ജോലി ചെയ്യുന്നത് ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഇവരിൽ നല്ലൊരു വിഭാഗം ക്രിമിനലുകളാണ്. നല്ലൊരു ശതമാനം ഭീകരവാദികളും തീവ്രവാദികളുമൊക്കെയാണ്. വിദൂരമല്ലാതെ നമ്മൾ അപകടത്തിൻ്റെ ഇരകളായി മാറും. എവിടെയും ഒരു വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ ആൾക്കൂട്ടത്തിലോ ആരാധനാലയത്തിലോ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റേഷനുകളിലോ ഒരു ഉഗ്രസ്ഫോടനം നടന്നാൽ നമ്മുടെ നാട്ടിലും ഇങ്ങനെ സംഭവിച്ചോ എന്ന് അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇത്തരം ഭീകര വർഗീയവാദികൾക്കും തീവ്രവാദികൾക്കുമൊക്കെ സുരക്ഷിതമായി സുഖലോലുപതയിൽ താമസിക്കാൻ പറ്റിയ ഇന്ത്യയിലെ ഏറ്റവും നല്ല സുരക്ഷിത കേന്ദ്രം കേരളമായി മാറിക്കഴിഞ്ഞു. ഇവരുടെ എല്ലാവിധമായ ഭീകര പ്രവർത്തനങ്ങൾക്കും അനുകൂല സാഹചര്യമൊരുക്കി സഹായിക്കുന്നതും മലയാളികൾ തന്നെയാണ്. സ്വന്തം തല ചിതറുമ്പോഴേ മനസ്സിലാക്കൂ താൻ വച്ച കെണിയിൽ താൻ തന്നെ വീണു എന്ന് കരുതിയിരിക്കുക.